പ്രിയമുള്ള കൂട്ടുകാരെ, നമസ്കാരം. ഗണിത വിശേഷങ്ങൾ നിറഞ്ഞ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് സംഖ്യാ പാറ്റേണുകൾ പരിചയപ്പെട്ടാലോ? സംഖ്യാ പാറ്റേണുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ചെറിയ ക്ലാസ്സുകളിൽ സംഖ്യാ പാറ്റേണുകൾ പൂർത്തിയാക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് നിങ്ങൾ, അല്ലേ? എന്താണ് ഈ സംഖ്യാ പാറ്റേണുകൾ എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിൽ എന്താ പറയുക? നമ്പർ പാറ്റേൺസ്. എന്താണ് ഈ നമ്പർ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ? കുറേ സംഖ്യകളെ വരി വരിയായി എഴുതും, അല്ലേ? അത്രയേ ഉള്ളോ? അതിലെഴുതുന്ന ഓരോ സംഖ്യയുടെയും തുടർന്ന് വരുന്ന സംഖ്യകളെ നമുക്ക് എഴുതാൻ കഴിയും. അതെങ്ങനെയാണ് എഴുതാൻ കഴിയുക? സംഖ്യകൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധമുണ്ടാകും, അല്ലേ? ഗണിതപരമായ എന്തെങ്കിലും ഒരു ബന്ധമായിരിക്കാം. ആ ബന്ധം തിരിച്ചറിഞ്ഞാൽ ആ പാറ്റേണിൽ തുടർന്ന് വരുന്ന സംഖ്യകളെ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് സംഖ്യാ പാറ്റേണുകൾ പരിചയപ്പെട്ടാലോ? ശരി, എല്ലാ കൂട്ടുകാരും ഇവിടേക്കൊന്ന് നോക്കിയേ. ബോർഡിലൊരു സംഖ്യാ പാറ്റേൺ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ സംഖ്യാ പാറ്റേണിലെ ആദ്യത്തെ 4 സംഖ്യകളാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഖ്യാ പാറ്റേണിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുടർന്ന് വരുന്ന കുറച്ച് സംഖ്യകൾ, ഒരു 3ഓളം സംഖ്യകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. എല്ലാവരും ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചേ. എന്ത് പ്രത്യേകതയാണ് ഇവിടെയുള്ള ഓരോ സംഖ്യകൾ തമ്മിലുള്ളതെന്ന് നോക്കിക്കേ. ആദ്യത്തെ സംഖ്യ ഒന്ന് നോക്കിയേ നിങ്ങൾ. ആദ്യം എത്രയാണ് എഴുതിയിട്ടുള്ളത്? 1221. രണ്ടാമത്തെ സംഖ്യയോ? 1222. 1221, 1222. തുടർന്ന് വരുന്ന സംഖ്യ 1223, അല്ലേ? അടുത്ത സംഖ്യയോ? 1224. വളരെ ഈസിയായി എഴുതാൻ പറ്റുന്ന ഒരു പാറ്റേൺ അല്ലേ? എന്തു പ്രത്യേകതയായി സംഖ്യകൾ തമ്മിലുള്ളത്? അത് തന്നെ, അടുത്തടുത്ത് വരുന്ന 4 അക്ക സംഖ്യകളാണല്ലേ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് എന്തു പറയാം? ഓരോ സംഖ്യകൾ കഴിയുമ്പോഴും എത്ര വീതം കൂടുന്നു? 1 വീതം കൂടുന്നു, അല്ലേ? ഇതാ നോക്കിയേ, 1221നോട് 1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1222 കിട്ടും. അതിനോടൊന്ന് കൂട്ടിയാൽ 1223 കിട്ടും. വീണ്ടും 1 ആഡ് ചെയ്താലോ 1224 കിട്ടും. അപ്പോൾ തൊട്ടടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? 1224നോട് എത്ര കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി, അല്ലേ? അതായത് തൊട്ടടുത്ത് വരുന്ന 4 അക്ക സംഖ്യ എഴുതിയാൽ മതി. എത്രയായിരിക്കും? 1225, അല്ലേ? 1225. അപ്പോൾ മാഷ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഈ പാറ്റേണിൽ ക്രമീകരിക്കട്ടെ. ശരി, 1225. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? എളുപ്പമല്ലേ? 1226. ഇനി തുടർന്ന് വരുന്ന സംഖ്യയോ? 1227. 1227.
വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ പാറ്റേൺ എന്ത് ചെയ്യാം, തുടർന്ന് എഴുതിക്കൊണ്ടേ ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പാറ്റേൺ പരിചയപ്പെട്ടാലോ? രണ്ടാമത്തെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കൂ കൂട്ടുകാരെ. എത്രയൊക്കെയാ സംഖ്യകൾ? ആദ്യത്തെ സംഖ്യ എത്രയാ? 1221 തന്നെ. രണ്ടാമത്തെ സംഖ്യയോ 1231 ആണ് അല്ലേ, 1231. മൂന്നാമത്തെ സംഖ്യയോ 1241. അടുത്ത സംഖ്യയോ 1251. കൂട്ടുകാരെല്ലാം ഒന്ന് നന്നായി ശ്രദ്ധിച്ചേ. എന്ത് പ്രത്യേകതയാണ് ഇവിടുത്തെ ഓരോ സംഖ്യകൾ മാറിയപ്പോഴും ഉണ്ടായത്? എന്ത് പ്രത്യേകതയാണ് ഉണ്ടായത്? ഇവിടെ നോക്കൂ, ഈ പാറ്റേണിലുള്ള ഓരോ സംഖ്യകൾ മാറിയപ്പോഴും ഏത് സ്ഥാനത്തെ സംഖ്യയ്ക്ക് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ? പത്തുകളുടെ സ്ഥാനത്തെ സംഖ്യ മാത്രമേ മാറുന്നുള്ളൂ അല്ലേ. ഇവിടെ പത്തുകളുടെ സ്ഥാനത്ത് 2 ആയിരുന്നു. രണ്ടാമത്തെ സംഖ്യ ആയപ്പോഴോ പത്തുകളുടെ സ്ഥാനത്ത് എത്രയായി? 3 ആയി. അടുത്ത് വന്നപ്പോഴോ പത്തുകളുടെ സ്ഥാനത്ത് 4 ആയി. ഈ സംഖ്യയിലോ പത്തുകളുടെ സ്ഥാനത്ത് 5 ആയി. അതായത് എന്ത് പ്രത്യേകത നിങ്ങൾ കണ്ടു? ഓരോ സംഖ്യ കഴിയുമ്പോഴും പത്തുകളുടെ സ്ഥാനത്ത് 1 വീതം എന്ത് ചെയ്യുന്നു? കൂടുന്നു അല്ലേ. ടെൻസിൻ്റെ പ്ലേസിൽ ഓരോ നമ്പറിലും എന്ത് ചെയ്യാണ്? 1 വീതം ആഡ് ആവുകയാണ്. കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പത്തുകളുടെ സ്ഥാനത്ത് 1 കൂടുകയാണെങ്കിൽ എത്രയായിരിക്കും അവിടെ യഥാർത്ഥത്തിൽ കൂടിയത്? ഒരു 10 അല്ലേ? 10 വീതം കൂടിയല്ലേ. ഈ സംഖ്യയിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ എത്രയായി? 10 കൂടി 1231 ആയി. ഇവിടേക്ക് വന്നപ്പോഴോ വീണ്ടും 10 കൂടി 1241 ആയി. ഇവിടെ വന്നപ്പോഴോ വീണ്ടും 10 കൂടി 1251 ആയി. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? വീണ്ടും എത്ര കൂടും? 10 കൂടും അല്ലേ. അതായത് പത്തുകളുടെ സ്ഥാനത്ത് എത്ര കൂടും? 1 കൂടും. ബാക്കിയുള്ള സംഖ്യകളെല്ലാം അതുപോലെ എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അടുത്ത് വരുന്ന സംഖ്യ? 1261. 1261. നമുക്ക് ആ സംഖ്യ ഇവിടെ ക്രമീകരിക്കാം. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന സംഖ്യയോ വീണ്ടും എത്ര കൂടും? 10 കൂടും. അതായത് പത്തുകളുടെ സ്ഥാനത്ത് എത്ര കൂടും? 1 കൂടും. അപ്പോൾ എത്രയാവും? 1261 എന്നത് എത്രയാവും? 1271 ആവും അല്ലേ. 1271. അടുത്ത സംഖ്യ എത്രയായിരിക്കും? വീണ്ടും 10 കൂടും. എത്രയാകും? 1281. 1281. വേണമെങ്കിൽ തുടർന്ന് വരുന്ന സംഖ്യകളും എന്ത് ചെയ്യാൻ കഴിയും? ഇനി എഴുതാൻ കഴിയില്ലേ? എത്ര വീതം കൂട്ടിയാൽ മതി? 10 കൂട്ടിയാൽ മതി. അപ്പോൾ കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു പാറ്റേൺ പരിചയപ്പെട്ടതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പത്തുകളുടെ സ്ഥാനത്ത് 1 കൂടുക എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 10 കൂടുന്നതിന് തുല്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പാറ്റേൺ പരിചയപ്പെട്ടാലോ? മൂന്നാമത്തെ പാറ്റേൺ എല്ലാവരും ഇവിടെ നോക്കിക്കേ. എത്രയാ? 1221, 1232. അടുത്ത സംഖ്യ 1243. അടുത്ത സംഖ്യ 1254. അതായത് 1221. അടുത്തത് 1232. അടുത്തത് 1243. അടുത്ത സംഖ്യ 1254. എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ചേ. എന്ത് പ്രത്യേകതയാണ് ഇവിടുത്തെ സംഖ്യകൾ തമ്മിലുള്ളത്? അല്ലെങ്കിൽ ഓരോ സംഖ്യ മാറിയപ്പോഴും എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് നോക്കിക്കേ. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സ്ഥാനത്തെയും അക്കങ്ങൾ എത്ര വീതം മാറുന്നു എന്ന് നോക്കിയാലും മതി. ഇവിടെ നോക്കൂ, ഒന്നുകളുടെ സ്ഥാനത്ത് സംഖ്യകൾ എല്ലാ സംഖ്യകളിലും തുല്യമാണോ? അല്ല അല്ലേ. ഒന്നാമത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയിലേക്ക് വന്നപ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് 1 എന്നത് ഇവിടെ എത്രയായി? 2 ആയി. ഇവിടെയോ 3 ആയി. ഇവിടെയോ 4 ആയി.
അപ്പോൾ നേരത്തെ കണ്ട പാറ്റേണിൽ എന്താ പ്രത്യേകത ഉണ്ടായിരുന്നത്? പത്തുകളുടെ സ്ഥാനത്ത് മാത്രം ഒന്നുകൾ കൂടി അല്ലേ? ഒന്നാമത്തെ പാറ്റേണിൽ എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ കണ്ടത്? ഒന്നുകളുടെ സ്ഥാനത്ത് മാത്രം ഒന്നുകൂടി. ഒന്നുകളുടെ സ്ഥാനത്ത് ഒന്നുകൂടിയപ്പോൾ പാറ്റേണിൽ എത്ര വീതം ആ സംഖ്യകൾ കൂടിയത്? ഒന്ന് വീതം കൂടി അല്ലേ? രണ്ടാമത്തെ പാറ്റേണിൽ പത്തുകളുടെ സ്ഥാനത്ത് മാത്രം ഒന്നുകൂടി. അപ്പോൾ സംഖ്യയിൽ എന്ത് വ്യത്യാസം വന്നു? 10 വീതം കൂടി. മൂന്നാമത്തെ പാറ്റേൺ എങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയേ. ഏതൊക്കെ സ്ഥാനത്ത് എത്ര വീതം കൂടി? ഒന്നുകളുടെ സ്ഥാനത്ത് ഒന്ന് വീതം കൂടുന്നുണ്ട് അല്ലേ? ഒന്നുകൾ നോക്കൂ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അപ്പോൾ ഒന്ന് വീതം കൂടുകയല്ലേ? ഇനി പത്തുകളുടെ സ്ഥാനത്തേക്ക് ഒന്ന് നോക്കിയേ എല്ലാവരും. 2, 3, 4, 5. അവിടെയും എന്ത് ചെയ്യുകയാണ്? ഒന്ന് വീതം കൂടുകയാണ്. ഒന്നുകളുടെ സ്ഥാനത്ത് ഒന്നുകൂടി, പത്തുകളുടെ സ്ഥാനത്ത് ഒന്നുകൂടി. എന്നാൽ നൂറുകളുടെ സ്ഥാനത്ത് വ്യത്യാസമുണ്ടോ? ഇല്ല അല്ലേ? ആയിരങ്ങളുടെ സ്ഥാനത്തോ? ഇല്ല. അപ്പോൾ പത്തുകളുടെ സ്ഥാനത്തും ഒന്നുകളുടെ സ്ഥാനത്തും മാത്രം ഒന്ന് വീതം കൂടി. അപ്പോൾ ഇവിടുത്തെ സംഖ്യകൾ തമ്മിൽ എത്ര വീതം കൂടിയിട്ടുണ്ടാവും? ഒന്ന് നോക്കിക്കേ. ഒന്നുകളുടെ സ്ഥാനത്ത് ഒന്ന് കൂടുമ്പോൾ എത്ര കൂടുകയാണ്? ഒന്ന് കൂടുകയാണ് അല്ലേ? പത്തുകളുടെ സ്ഥാനത്ത് ഒന്ന് കൂടുമ്പോഴോ? 10 കൂടി. 10ഉം കൂടി 1ഉം കൂടി. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കൂടി? 10ഉം 1ഉം 11 വീതം കൂടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ ഈ പാറ്റേൺ തുടർന്ന് എഴുതാൻ കഴിയില്ലേ? അടുത്ത സംഖ്യ കണ്ടെത്താൻ ഒന്നുകളുടെ സ്ഥാനത്തും പത്തുകളുടെ സ്ഥാനത്തും ഓരോ സംഖ്യ വീതം എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർ പറഞ്ഞേ, തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? 1254 ഒന്നുകളുടെ സ്ഥാനത്ത് 4. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന സംഖ്യയുടെ ഒന്നുകളുടെ സ്ഥാനത്ത് എത്ര വരണം? 5 വരണം അല്ലേ? പത്തുകളുടെ സ്ഥാനത്ത് ഇവിടെ എത്രയാ? 5. അപ്പോൾ തൊട്ടടുത്ത സംഖ്യയുടെ പത്തുകളുടെ സ്ഥാനത്ത് എത്ര വരണം? 5നോട് ഒന്ന് കൂട്ടിയാൽ 6, 6 വരണം അല്ലേ? നൂറുകളുടെയും ആയിരങ്ങളുടെയും സ്ഥാനത്ത് സംഖ്യയിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ പറഞ്ഞേ. 1265. 1265. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ പറഞ്ഞേ. എളുപ്പമായില്ലേ? ഒന്നുകളുടെ സ്ഥാനത്ത് ഒന്ന് കൂടുന്നു, പത്തുകളുടെ സ്ഥാനത്ത് ഒന്ന് കൂടുന്നു. ഒന്നുകളുടെ സ്ഥാനത്ത് 5 എന്നത് 6ഉം പത്തുകളുടെ സ്ഥാനത്ത് 6 എന്നത് 7ഉം ആകുന്നു. ശരി. അപ്പോൾ എത്രയായി സംഖ്യ? 1276. 1276. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ പറഞ്ഞേ. അത് തന്നെ 1287 ആകും അല്ലേ? ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ പരിചയപ്പെട്ട 3 പാറ്റേണുകളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നുകളുടെ സ്ഥാനത്ത് ഒന്ന് കൂടുമ്പോൾ സംഖ്യയിൽ എത്രയുടെ വ്യത്യാസം വരുന്നു? ഒന്ന് വീതം കൂടുന്നു. ടെൻസിൻ്റെ പ്ലേസിൽ ഒന്ന് കൂടിയാലോ സംഖ്യയിൽ 10 കൂടുന്നു. മൂന്നാമത്തെ സംഖ്യയിൽ നമ്മൾ കണ്ടു ഒന്നുകളുടെയും പത്തുകളുടെയും സ്ഥാനത്ത് ഒന്ന് വീതം കൂടി. അപ്പോൾ 10ഉം 1ഉം 11 വീതം കൂടുന്നു. കൂട്ടുകാരെ, ഇതുപോലെ ഈ രീതിയിലുള്ള കുറച്ച് സംഖ്യാ പാറ്റേണുകൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 50-ലുണ്ട്. പാറ്റേൺ പൂർത്തിയാക്കാം, കംപ്ലീറ്റ് ദ പാറ്റേൺ എന്ന ആക്ടിവിറ്റി നിങ്ങൾ അടുത്ത ക്ലാസ്സിന് മുമ്പേ ചെയ്യണം കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ മനു ഇന്ന് ആകെ തിരക്കിലാണ്. എന്തോ കാര്യമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മനു. എന്താണെന്നല്ലേ? മനു ഒരു മാന്ത്രിക ചതുരം പൂർത്തിയാക്കുന്ന ജോലിയിലാണ്. മാന്ത്രിക ചതുരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? 3ാം ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞാൽ? മാജിക് സ്ക്വയർ എന്താണ്? മാജിക് സ്ക്വയറിൽ നമ്മൾ എന്ത് ചെയ്യും? സംഖ്യകൾ ക്രമീകരിക്കും അല്ലേ? ക്രമീകരിച്ചിട്ട് എന്തായിരിക്കും പ്രത്യേകത?
ആ മാജിക് സ്ക്വയറിൽ നമ്മൾ ക്രമീകരിക്കുന്ന സംഖ്യകളെ കുത്തനെയും വിലങ്ങനെയും കോണോടും കൂട്ടി നോക്കുമ്പോൾ ഒരേ സംഖ്യ തന്നെ കിട്ടണം അല്ലേ? അങ്ങനെ സംഖ്യകളെ ക്രമീകരിച്ച ഒരു പ്രവർത്തനം നിങ്ങൾ 3ാം ക്ലാസ്സിൽ ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ലേ? സാരമില്ല. അങ്ങനെ മനു ഒരു മാന്ത്രിക ചതുരം പൂർത്തിയാക്കുന്ന തിരക്കിലാണ്. മനു പൂർത്തിയാക്കുന്ന മാന്ത്രിക ചതുരം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെയുള്ള ഒരു പ്രവർത്തനമാണ്. എല്ലാ കൂട്ടുകാരും പേജ് നമ്പർ 50 നോക്കിക്കേ. ഒരു മാന്ത്രിക ചതുരം കാണുന്നില്ലേ? കുറച്ച് സംഖ്യകളുമുണ്ട് അല്ലേ? കുറച്ചല്ല, എത്ര സംഖ്യകളുണ്ട്? 9 സംഖ്യകളുണ്ട്. ആ 9 സംഖ്യകളെ അവിടെ തന്നിരിക്കുന്ന മാന്ത്രിക ചതുരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. ക്രമീകരിക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, കുത്തനെയും വിലങ്ങനെയും കോണോടും കൂട്ടുമ്പോൾ 6666 കിട്ടണം. എത്രയാണ് കിട്ടേണ്ടത്? 6666. കൂട്ടുകാർ വളരെ ശ്രദ്ധിച്ചു വേണം ആ പ്രവർത്തനം ചെയ്യാൻ. കാരണം എന്താ? നിങ്ങൾ 3ാം ക്ലാസ്സിൽ പരിചയപ്പെട്ട മാന്ത്രിക ചതുരം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതിൽ സംഖ്യകൾ അടുത്തടുത്ത് വരുന്ന തുടരെ വരുന്ന സംഖ്യകൾ മാത്രം എന്ത് ചെയ്താൽ മതിയായിരുന്നു? ക്രമീകരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 4 അക്ക സംഖ്യകളാണ്, ഒരു ബന്ധവുമില്ലാത്ത 9 സംഖ്യകളെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? ക്രമീകരിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ സംഖ്യകളെ ക്രമീകരിക്കാൻ മനുവിനോടൊപ്പം നമുക്കുമൊന്ന് ചേരാം. ഒരു മാന്ത്രിക ചതുരത്തിലെ സംഖ്യകളെ ക്രമീകരിക്കുന്നതിനുള്ള ഒരു കുറുക്കുവഴി, ഒരു എളുപ്പവഴി മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, മാഷ് ഇന്ന് പറയാൻ പോകുന്ന ഈ എളുപ്പവഴി ഉപയോഗിച്ച് 9 കളങ്ങളുള്ള മാന്ത്രിക ചതുരം നിങ്ങൾക്ക് വളരെ ലളിതമായി പൂർത്തിയാക്കാൻ കഴിയും. എന്നാൽ നമുക്കൊന്ന് അതിലേക്കൊന്ന് കടന്നാലോ? അപ്പോൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് ഒരു മാന്ത്രിക ചതുരം എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാഷിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, മാന്ത്രിക ചതുരത്തിൽ നിങ്ങൾക്ക് ക്രമീകരിക്കേണ്ട സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ, ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ? അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ മാഷ് ഇവിടെ ക്രമീകരിക്കാൻ പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ? ആരോഹണ ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. 1 2 3 4 5 6 7 8 9. ഈ രീതിയിൽ സംഖ്യകളെ ക്രമീകരിച്ച ശേഷം അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നോക്കൂ, ഇതിപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിലായി അല്ലേ? സമചതുരത്തിൻ്റെ ഷേപ്പിലായി. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഓരോ കോർണറിലുമുള്ള സംഖ്യകളെ ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ കോർണറിലുമുള്ള, അതായത് ഈ കോർണർ ഓരോ മൂലയിലുമുള്ള, ഇവിടെ 1, ഈ 3, ഈ 9, ഈ 7, ഈ സംഖ്യകളെ പുറത്ത് വരുന്ന രീതിയിൽ ഒരു സമചതുരം വരയ്ക്കുക, ഒരു സ്ക്വയർ വരയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ കോർണറിലുള്ള സംഖ്യ എന്ത് ചെയ്യുക? പുറത്ത് വരുത്തുന്ന രീതിയിൽ ഒരു വര ഇവിടെ വരയ്ക്കുക. അടുത്ത് ചെയ്യേണ്ടത്, അടുത്ത് ഈ മൂലയിലുള്ള ഇവിടെ ഉള്ള സംഖ്യയെ എന്ത് ചെയ്യുക? പുറത്താക്കുക. അടുത്ത് ഈ സംഖ്യയെ പുറത്താക്കിക്കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. അടുത്ത് ഈ മൂലയിലെ സംഖ്യ എന്ത് ചെയ്യണം? പുറത്താക്കണം. ഇനി ഈ കോർണറിലുള്ള 7 എന്ത് ചെയ്യുക?
പുറത്താക്കുക. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചല്ലോ. എന്താ ചെയ്തത്? നമ്മൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ ക്രമീകരിച്ച ശേഷം ഓരോ മൂലയിലുമുള്ള സംഖ്യകളെ പുറത്താക്കി ഒരു സ്ക്വയർ വരച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു മാന്ത്രിക ചതുരമാക്കി മാറ്റണം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കിട്ടിയ ആ മാന്ത്രിക ചതുരത്തിനെ ഈ രീതിയിൽ എന്ത് ചെയ്യുക? വരച്ച് ക്രമീകരിക്കുക. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പം നമുക്ക് കിട്ടിയ മാന്ത്രിക ചതുരത്തിലെ ചില കളങ്ങൾക്കുള്ളിൽ സംഖ്യകൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ടല്ലേ? എന്നാൽ ചില കളങ്ങളിൽ സംഖ്യകൾ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒഴിഞ്ഞ കോളങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചെയ്യേണ്ടത് ഇതാ നോക്കിയേ, ഇവിടെ 3 പുറത്തല്ലേ കിടക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്ത കളമാണ് ഈ കളം. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ നോക്കിയേ, ഇവിടെ 7 ചതുരത്തിന് പുറത്താണ്, എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത കളം എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിഞ്ഞു കിടക്കുകയാണല്ലേ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുറത്തുള്ള ഈ സംഖ്യ എടുത്ത ശേഷം നേരെ എതിർഭാഗത്തുള്ള ഒഴിഞ്ഞ കളത്തിൽ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഇവിടെ പുറത്തുള്ള ഈ സംഖ്യ എടുത്ത ശേഷം എന്ത് ചെയ്യുക? അതിന് നേരെ എതിരെയുള്ള കളത്തിൽ ക്രമീകരിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1 9 പുറത്തുണ്ടല്ലേ. ഇവിടെ നമ്മൾ 3 7 ക്രമീകരിച്ചതുപോലെ തന്നെ ഈ 1നെ എടുത്ത ശേഷം നേരെ ഓപ്പോസിറ്റ് ഒഴിഞ്ഞ കോളത്തിൽ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. അതുപോലെ പുറത്തുള്ള 9നെ എടുത്ത ശേഷം നേരെ എതിരെയുള്ള ഒഴിഞ്ഞ കളത്തിൽ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. ഇനി കൂട്ടുകാർ ചെയ്യേണ്ടത്, ഇവിടെ മാഷ് ക്രമീകരിച്ച സംഖ്യകളെ വിലങ്ങനെയും കുത്തനെയും കോണോടും ഒന്ന് കൂട്ടി നോക്കിക്കേ. ആദ്യം നമുക്ക് വിലങ്ങനെയുള്ള കളത്തിലെ സംഖ്യകളൊന്ന് കൂട്ടി നോക്കാം. ഒന്ന് നോക്കിക്കേ, 2 7 കൂട്ടിയപ്പോൾ എത്രയാ? 9 അല്ലേ. 9നോട് 6 ആഡ് ചെയ്താലോ? 15. എത്രയാ കിട്ടിയത്? 15 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത് ഇങ്ങനെ വിലങ്ങനെയുള്ള കളങ്ങളൊന്ന് ആഡ് ചെയ്തേ. 9 5 14 അല്ലേ. 14നോട് ഒന്ന് കൂട്ടിയാലോ? 15. ഇവിടെയുള്ള ഈ 3 കളത്തിലെ സംഖ്യകൾ കൂട്ടി നോക്കൂ. 4ഉം 3ഉം 7. 7നോട് 8 കൂട്ടിയാലോ? 7 + 8 15 ആണ്. അതും എത്ര കിട്ടി? 15 കിട്ടി അല്ലേ. ഇനി കുത്തനെയുള്ള കളങ്ങളെ ഒന്ന് കൂട്ടി നോക്കൂ. 2ഉം 9ഉം 11. 11നോട് 4 കൂട്ടിയാലോ? 15. അവിടെയും 15 കിട്ടി. 7ഉം 5ഉം 12 അല്ലേ. 12നോട് 3 ചേർന്നാലോ? അതും 15 ആണ്. 6 + 1 7. 7 + 8 15. അപ്പോൾ കുത്തനെയുള്ള കളങ്ങളിലെ സംഖ്യകൾ കൂട്ടിയപ്പോഴും 15 തന്നെ കിട്ടിയില്ലേ. ഇനി കൂട്ടുകാരൊന്ന് കോണോട് കോണുള്ള സംഖ്യകൾ കൂട്ടി നോക്കൂ. 2 5ഉം 7. 7നോട് 8 ചേർന്നാലോ? 15. ഇനി ഇങ്ങനെ ഇവിടെ ഈ കോണോട് കോണുള്ള സംഖ്യകൾ കൂട്ടി നോക്കൂ. 6 5ഉം 11. 11നോട് 4 കൂട്ടിയാലോ? അതും 15 തന്നെ കിട്ടി. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഏറ്റവും നടുക്കുള്ള കോളത്തിലെ സംഖ്യ എത്രയാ കൂട്ടുകാരെ? 5 അല്ലേ. തുകയായി കിട്ടിയ സംഖ്യ എത്രയാ? 15. ഈ മധ്യഭാഗത്ത് എഴുതുന്ന സംഖ്യയും തുകയായി വരുന്ന സംഖ്യയും തമ്മിൽ ഒരു ബന്ധം എല്ലാ മാന്ത്രിക ചതുരത്തിലും ഉണ്ട്. എല്ലാ മാന്ത്രിക ചതുരത്തിലും എന്ന് പറയുമ്പോൾ കളങ്ങളുടെ എണ്ണം 9 മാന്ത്രിക ചതുരങ്ങളിലെല്ലാം തുകയായി വരുന്ന സംഖ്യയും ഈ നടുക്കത്തെ കോളത്തിൽ എഴുതുന്ന സംഖ്യയും തമ്മിൽ ഒരു ബന്ധം ഉണ്ട്. എന്താണെന്ന് കൂട്ടുകാരൊന്ന് കണ്ടെത്തി നോക്കിയാൽ മതി. അപ്പോൾ കൂട്ടുകാരെ, ഒരു മാന്ത്രിക ചതുരത്തിലെ സംഖ്യകളെ ക്രമീകരിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് മാഷ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? തുടർച്ചയായി വരുന്ന സംഖ്യകളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മാന്ത്രിക ചതുരം പൂർത്തിയാക്കാം. ഇതേ എളുപ്പ വഴിയിൽ അടുത്തടുത്തുള്ള സംഖ്യകളല്ല വരുന്നതെങ്കിലും ചെയ്യാൻ കഴിയുമെന്നാണ് മാഷിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എളുപ്പ വഴി ഉപയോഗിച്ച്
നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 50 മാന്ത്രിക ചതുരം ഒന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കണം. കൂട്ടുകാർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നിങ്ങൾക്ക് ക്രമീകരിക്കാനുള്ള സംഖ്യകളെല്ലാം തന്നെ 4 അക്ക സംഖ്യകളാണ്. മാഷ് ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാം. സംഖ്യകൾ നിങ്ങൾ ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാന്ത്രിക ചതുരത്തിൽ നിങ്ങൾക്ക് ക്രമീകരിക്കേണ്ട സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്കെന്ന ക്രമത്തിൽ മാഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ രീതിയിൽ ക്രമീകരിച്ച് നോക്കുക. അപ്പോൾ ക്രമീകരിച്ച ശേഷം കുത്തനെയും വിലങ്ങനെയും കോണോട് കോണും വരുന്ന സംഖ്യകളെ കൂട്ടി നോക്കണം. കൂട്ടി നോക്കിയ ശേഷം ഒരേ സംഖ്യ തന്നെയാണോ കിട്ടുന്നതെന്നുള്ളത് അടുത്ത ഗണിത ക്ലാസ്സിൽ വരുമ്പോൾ മാഷിനോട് നിങ്ങൾ പറയണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കില്ലേ? രസകരമായ നിരവധി ഗണിത വിശേഷങ്ങളുമായി അടുത്ത ഗണിത ക്ലാസ്സിൽ കാണാം. ബൈ.